നടനും MLA-യുമായ മുകേഷിനെ അറസ്റ്റ് ചെയ്തു എന്ന ന്യൂസിന് പിറകെ തന്നെ സിദ്ദിഖ് അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി സിദ്ദിഖിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. സമൂഹത്തിൽ സ്ത്രീകൾ ബഹുമാനം അർഹിക്കുന്നു എന്നത് തന്നെയാണ് ഹൈക്കോടതി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. എന്തായാലും സിദ്ദിഖ് മറ്റുള്ളവരൊക്കെ ആരോപണവുമായിട്ടാണ് വന്നതെങ്കിൽ ഈ യുവതി സിദ്ദിഖിനെതിരെ പീഡന കുറ്റം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ യുവതി പറഞ്ഞത് ഓരോന്നും അക്കമിട്ട് എല്ലാം സിദ്ദിഖിനെതിരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിദ്ദിഖ് യുവതിയോട് അപമര്യാദയായി പെരുമാറി പീഡിപ്പിച്ചതിന് ശേഷം ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു എന്നുള്ളത്, അതും മീൻകറിയും തൈരും കൂട്ടിയിട്ടുള്ള ഫുഡ് ചോറ് കഴിച്ചു എന്നുള്ളത് യുവതി പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ ബില്ല് പോലും കണ്ടെടുത്തിരിക്കുകയാണ്. അന്ന് പറഞ്ഞത് എനിക്ക് ഇതുപോലുള്ള വിരുദ്ധാഹാരമാണ് ഇഷ്ടം എന്ന് പോലും പറഞ്ഞ് വൃത്തികെട്ട ചൊവ്വയോടുകൂടിയുള്ള ഭാഷയിൽ പെൺകുട്ടിയോട് പറഞ്ഞു എന്നൊക്കെയാണ് കണ്ടത്. അതൊക്കെ ഇപ്പോൾ സിദ്ദിഖ് ചെയ്തതാണ്. സിദ്ദിഖിനെതിരെ തന്നെ വന്നിരിക്കുകയാണ്. എന്തായാലും സിദ്ദിഖ് ഇപ്പോൾ ഒളിവിലാണെന്നാണ് കേൾക്കുന്നത്. എന്തായാലും സിദ്ദിഖിനെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുക. അപ്പോൾ മുകേഷിൻ്റെ പിറകെ തന്നെ സിദ്ദിഖിനെയും അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലെ ഓരോരുത്തർക്കെതിരെയും ഓരോ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഓരോ യുവതികൾ പരാതിയുമായി വരുമ്പോൾ വരാത്ത എത്ര ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്, അല്ലേ? സിദ്ദിഖിൻ്റെയും ആദ്യ ഭാര്യ ഇതുപോലെ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതിലേക്കൊന്നും പോവണ്ട. എന്നിരുന്നാലും എന്തായാലും സിദ്ദിഖിനിപ്പോൾ വളരെ മോശം സമയം തന്നെയാണ്. മകൻ മരിച്ച് അത്ര ദിവസങ്ങളേ ആയിട്ടുള്ളൂ, മാസങ്ങളേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഇതുപോലെ അറസ്റ്റിലേക്കും കൂടിയാണ് പോകുന്നത്. എന്താല്ലേ, സ്വന്തം അച്ഛൻ്റെ പ്രായമുള്ള ഒരാളാണ് ഈ പെൺകുട്ടിയോട് ഇത് ചെയ്തിരിക്കുന്നത്. അന്ന് ആ പെൺകുട്ടി +2 കഴിഞ്ഞതേ ഉണ്ടായുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും സ്വന്തം മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ ആരുമല്ലല്ലോ, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലും ദ്രോഹിക്കാനാണ് ഇപ്പോൾ സമൂഹത്തിൽ കാണുന്നത്. എന്തായാലും ഹൈക്കോടതി അതിനെ രൂക്ഷമായി വിമർശിച്ച് സമൂഹത്തിൽ സ്ത്രീകൾക്ക് നല്ല ബഹുമാനം കിട്ടേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.